വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഇന്ന്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കർണാടക സർക്കാരിൻ്റെ പ്രതിനിധികളും പങ്കെടുക്കും. വീട് വെച്ച് നൽകാൻ താൽപ്പര്യമറിയിച്ച സന്നദ്ധ സംഘടനകളും യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, നമുക്കറിയാം വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് വിവിധ കോണുകളിൽ നിന്നും വാഗ്ദാനങ്ങൾ വന്നിരുന്നു. കർണാടക സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതിനാവശ്യമായ ഭൂമി വിട്ടുകൊടുക്കാത്തത് മൂലം ആ പദ്ധതി ആരംഭിക്കാനേ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, കേരളത്തിലെയും വിവിധ സംഘടനകൾ സഹായം വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇതൊക്കെ ക്രോഡീകരിക്കുന്നതിൽ, ഈ സഹായങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ നടപ്പാക്കുന്നതിൽ സർക്കാരിന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. വിനീഷ്, തീർച്ചയായിട്ടും ഇന്ന് മന്ത്രിസഭാ യോഗത്തിലും ഇതേ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും വയനാട് ദുരന്തമുണ്ടായ സാഹചര്യം മുതൽ വലിയ രീതിയിൽ കേരളത്തിന് കൈത്താങ്ങായി നിരവധി സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും വാഗ്ദാനം നൽകിയിരുന്നു. പ്രത്യേകിച്ച് വീടുകൾ വെച്ച് നൽകുന്നത്, ടൗൺ പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വാഗ്ദാനങ്ങൾ വിവിധ സർക്കാരുകൾ നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ നടപടിയുമായി ഈ ഒരു മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനായുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് വലിയ വിമർശനങ്ങൾ സർക്കാരിന് ഏൽക്കേണ്ടി വന്നത്. സന്നദ്ധ സംഘടന അടക്കമുള്ളവർ വലിയ വിമർശനങ്ങളുമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇവരുമായുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ പ്രതിനിധികളും ഒപ്പം തന്നെ കേരളത്തെ സഹായിക്കാനായി എത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ പ്രതിനിധികളും മറ്റു രാഷ്ട്രീയ സർക്കാരിനെ സഹായിക്കാനായി രാഷ്ട്രീയ നേതാക്കളും പ്രഖ്യാപനം നടത്തിയിരുന്നു. അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ എങ്ങനെയാണ് സർക്കാർ ഈ ഒരു വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പദ്ധതികൾ എങ്ങനെയാണ്, ആ പ്രോജക്ട്സ് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിലും കൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഈ വയനാടിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലെത്തിക്കുക. ആദ്യഘട്ടത്തിൽ സന്നദ്ധ സംഘടനകളുമായി രാഷ്ട്രീയ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. തീർച്ചയായും വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ ഒക്കെ മറ്റ് സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ചും കർണാടക സർക്കാർ ഒക്കെ നൽകിയ വാഗ്ദാനങ്ങൾ ഏത് തരത്തിൽ നടപ്പാക്കണം, അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, ഇതേപ്പറ്റിയെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുകയാണ്. മന്ത്രിസഭാ യോഗവും ഇതേ വിഷയം തന്നെ പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.